ഹലോ, വെൽക്കം ഓൾ. ഈ ഒരു വീഡിയോ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നമുക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നല്ലേ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസ്ബുക്ക് പേജാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡാണ്. ഇതിൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ്, മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നൊക്കെ കാണുന്നില്ലേ. ഇതിൽ നമുക്ക് പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴെ നിറയെ ഓപ്ഷൻസ് കാണാം അല്ലേ. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നമുക്ക് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക, ലിങ്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ ഒരു ലിങ്ക്ഡ് അക്കൗണ്ടിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരിക അല്ലേ. ഇപ്പം ഞാനിത് കാണിക്കുന്ന ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ഓൾറെഡി ഞാൻ എൻ്റെ അക്കൗണ്ടുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കണക്റ്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നത്. അതർവൈസ് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ കാണിക്കുക കണക്റ്റ് അക്കൗണ്ട് എന്നായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് കണക്റ്റ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് എന്ത് ചെയ്യും, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തമ്മിൽ കണക്റ്റ് ആയിക്കോളും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കണക്റ്റ് ആവാത്ത പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ പഴയ അക്കൗണ്ടോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് നോക്കുക. ഓക്കെ, അത് പേഴ്സണൽ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഒന്നും കൂടി ചെയ്യാതെ മതി. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ഡിസ്കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്കണക്ട് ചെയ്താൽ മാത്രമേ ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പേജുമായിട്ട് കണക്ട് ചെയ്യുന്നെങ്കിൽ പോലും സാധിക്കുള്ളൂ. സോ അത് കറക്റ്റായിട്ട് നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഫേസ്ബുക്കും വാട്സപ്പും തമ്മിലും കണക്ട് ചെയ്യുന്നതും മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ അല്ലെങ്കിൽ മെറ്റാ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ലിങ്ക്ഡ് അക്കൗണ്ടിൽ തന്നെയായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക. ഇപ്പോൾ ഇത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റുകൾ കറക്റ്റായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് കറക്റ്റായിട്ട് പോസ്റ്റ്, വീഡിയോ, റീലൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതൊക്കെ ഒരേ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജ് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.